എം സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ കരിക്കാടൻ കുഞ്ഞാലിക്ക് ശേഷം ജയിക്കുന്ന പാർട്ടി ചിഹ്നത്തിൽ ജയിക്കുന്ന ഒരാളായി മാറുകയാണ്. 64-ലെ പിളർപ്പിന് ശേഷം 65-ൽ കരിക്കാടൻ കുഞ്ഞാലിയാണ് CPM-ന്റെ സ്ഥാനാർത്ഥി. 65-ലും 67-ലും അദ്ദേഹം ജയിക്കുന്നുണ്ട്. അതിനുശേഷം പാർട്ടി ചിഹ്നത്തിൽ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ചിഹ്നത്തിൽ ഒരാൾ ജയിക്കുന്ന ഒരു അവസരം അവരും പാഴാക്കി കളയും. മാക്സിമം അധ്വാനിക്കും. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ വെല്ലുവിളി വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോഹൻ ജോർജ് എന്ന് പറയുന്നത് BJP-യുടെ സ്ഥാനാർത്ഥി. അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവാണ് അദ്ദേഹം. BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, കുറച്ച് കോൺഗ്രസ്സുകാരെങ്കിലും ഇതിനോട് താല്പര്യമില്ലാത്ത കുറേ പേര് പോയി അവിടെ വോട്ട് കുത്തി കൊടുക്കും. കുറേ കോൺഗ്രസിന്റെ വോട്ട് അങ്ങോട്ട് പോകും, കുറേ കോൺഗ്രസ്സുകാരുടെ വോട്ട് അൻവറിന്റെ അടുത്ത് പോകും. അൻവർ പിന്നെ എന്താ പറയുക, ഈ പറയുന്ന പോലെ കൈവിട്ട കളികൾ കളിക്കുന്നത് കൊണ്ടും തൃണമൂൽ ഇവിടെ ഒരു എൻട്രിയിലേക്ക് ശ്രമിക്കുന്നത് കൊണ്ടും കുറച്ച് ഈ തീവ്ര മത സംഘടനകളുടെ വോട്ട് അൻവറിലേക്ക് പോകും. തീവ്ര മത ചിന്തയുള്ള ആളുകളുടെ വോട്ട് ഇവരിലേക്ക് പോകും.